നിങ്ങൾക്ക് മാൽഡീവ്സിലെ ട്രഡീഷണൽ ആയിട്ടുള്ള 2 സ്നാക്സ് കൂടി പരിചയപ്പെടുത്തി തരാവേ. ഇപ്പോൾ ഇത് മസ്റോഷി എന്ന് പറയും. ഈ മസ്റോഷി എന്ന് പറയുന്നത് മൈദ വെച്ചുണ്ടാക്കുന്നതാണ്. അതായത് നമ്മൾ മൈദക്കകത്ത് ചൂടുവെള്ളം ഉപ്പിട്ടിട്ട് കുഴച്ചിട്ട് അതിന് പൂരിയുടെ ഭാഗത്തിന്, ചെറിയ പൂരിയുടെ ഭാഗത്തിന് കുറച്ച് കട്ടിക്ക് പരത്തിയിട്ട് അതിനകത്തേക്ക് സ്മോക്ക് ട്യൂണ പൊടിച്ചതും തേങ്ങ, ചുമന്ന മുളക് പൊടിച്ചത്, പിന്നെ നാരങ്ങാനീര്, ഉപ്പ് ഇതെല്ലാം കൂടി കൂട്ടി തിരുമ്മി, ഉള്ളി ഇതെല്ലാം കൂടി കൂട്ടി തിരുമ്മിയിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ വറുത്ത് കോരുന്നതല്ല. അത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ദോശച്ചട്ടിയോ അല്ലെങ്കിൽ ഇവർക്ക് റോഷി ഉണ്ടാക്കുന്ന ഒരു ഇരുമ്പിൻ്റെ തട്ടുണ്ട് കേട്ടോ, അതിനകത്തിട്ടിട്ട് 2 സൈഡ് കൊണ്ട് ചുട്ടെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സാധനമല്ല, ടേസ്റ്റിയുമാണ്. ബ്ലാക്ക് ടീയുടെ കൂടെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ ചിലർ ഇതിനകത്ത് ഇഞ്ചിയൊക്കെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്മോക്ക് ട്യൂണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതൊരു കടിക്കുമ്പോൾ നല്ല ഒരു എന്താ പറയുക, ഒരു ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. ചവച്ച് എടുക്കാൻ ഭയങ്കര പാടാണ്. ഇത് ടിൻ ട്യൂണ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാനിവിടെ ആരും അങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇനി പറയുന്നത് ഗുള എന്ന് പറയും. അപ്പോൾ ഈ ഗുള എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അവർ ശരിക്കും ട്രഡീഷണലായിട്ട് പറയുകയാണെങ്കിൽ അരി പൊടിച്ചിട്ട്, അരി വെള്ളത്തിലിട്ട് അരി പൊടിച്ച് അരി അരച്ചിട്ട് അതിനകത്ത് ഈ സെയിം മിക്സ്, അതായത് ഒരു മസ്കാഷി എന്ന് പറയും. അപ്പോൾ അത് ഇതിനകത്ത് ഫില്ല് ചെയ്യുക. സെയിം എന്താ പറയുക ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിനകത്തും ഉള്ളത്. ഇത് മൈദ കൊണ്ടുകൊണ്ട് നമുക്ക് തിന്നാൻ ഈസിയാണ്. നോർമലി അരിപ്പൊടിയാണെങ്കിൽ ടേസ്റ്റിയുമാണ്. ഇത്രയും വലിപ്പം ഉണ്ടാവത്തുമില്ല, കടിച്ചാൽ പൊട്ടത്തുമില്ല. നമുക്ക് ക്രിക്കറ്റ് ബോൾ പോലെ ഇരിക്കും.